നമ്മുടെ കായിക മന്ത്രി പറഞ്ഞ അനുസരിച്ച്, സ്പോൺസർ പറഞ്ഞ അനുസരിച്ച് ഈ സമയം മെസ്സി പോയി വന്ന് കഴിയേണ്ടതാണ്. കലൂരിൽ അതിന്റെ ആഘോഷങ്ങൾ തീരണത്. പക്ഷെ കലൂരിൽ ഇപ്പോൾ നടക്കുന്ന ആഘോഷമല്ല, വിവാദങ്ങളാണ്. അത് സ്റ്റേഡിയം നവീകരണത്തിൽ ഇപ്പൊ സംശയം ഉന്നയിച്ച് കരാറുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് 70 കോടി മുടക്ക് മുതൽ എന്നത് പബ്ലിസിറ്റി മാത്രമാണെന്നാണ് GCDയുടെ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയവർ പറയുന്നത്. എന്തൊക്കെ നടക്കുന്നുവെന്ന് ആർക്കും ബോധ്യമില്ല എന്ന് പറയുന്നു. GCDAക്ക് എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് വിഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇതൊന്നും അവിടെ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നും അല്ല നടക്കുന്നതെന്ന് പറഞ്ഞാണ് കരാറുകാർ വരുന്നത്. SKFന് മേൽനോട്ട ചുമതലയുമുണ്ട്. ടെൻഡർ പോലും ഇല്ലാതെ മറ്റൊരു കമ്പനി എങ്ങനെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതാണ് ചോദ്യം. അതെ, ചെലവഴിക്കുന്ന തുകയും എസ്റ്റിമേറ്റ് വിവരങ്ങളും പുറത്തു വിടണമെന്നാണ് ഇപ്പോൾ കരാറുകാരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസിന്റെ റിപ്പോർട്ടാണ്. 70 കോടി രൂപ മുതൽ മുടക്കിൽ കലൂർ സ്റ്റേഡിയം നവീകരിക്കുമെന്നാണ് ഈ സ്പോൺസർ പറഞ്ഞിരിക്കുന്നത്. നവംബർ 30 കരാർ കാലാവധി തീരുന്നതിന് മുമ്പ് അത് നവീകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി GCDAക്ക് കൈമാറുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ധനവിനിയോഗത്തെ സംബന്ധിച്ചും പണത്തിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ വിവാദങ്ങൾ ഉയരുന്നുണ്ട്, സംശയങ്ങൾ ഉയരുന്നുണ്ട്, ചോദ്യങ്ങൾ ചിലതൊക്കെ ബാക്കിയുമാണ്. എന്തായാലും ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഈ മുമ്പ് കരാർ എടുത്ത് നടത്തിയ ആളുകൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. GCDAയുടെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ജാസിർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിലെന്തെങ്കിലും അവ്യക്തത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് 70 കോടി എന്നുള്ള ഈ പബ്ലിസിറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്കിപ്പോഴും ഇതിൻ്റെ മുകളിൽ ലൈറ്റിൻ്റെ റൂഫ് ലൈറ്റിൻ്റെ ഫ്രെയിം വർക്ക് നടക്കുന്നുണ്ട്. അത് അത് കഴിഞ്ഞ ദിവസം ആൻഡോ അഗസ്റ്റിൻ അതിനെ അവകാശപ്പെടുകയുണ്ടായി, അത് അവരാണ് നടത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നടത്തുന്ന കോൺട്രാക്ടർ, ടെൻഡർ എടുത്തിട്ട് നടത്തുന്ന കോൺട്രാക്ടർ ഞാനാണ്. പിന്നെ അതിനു മുമ്പ് ഇവിടെ ഒരു പെയിൻറ്റിങ് വർക്ക് 1 കോടി രൂപയാണ് GCDA സ്റ്റേഡിയം മൊത്തം പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കരാറുകാരൻ ഏറ്റെടുത്തത്. അത് കഴിഞ്ഞ മാസമാണ് അത് കംപ്ലീറ്റ് ആയത്. അതിനെ തുടർന്ന് ഉടൻ തന്നെയാണ് ഇവർ വർക്ക് ഏറ്റെടുക്കുകയും ഈ കളിക്ക് വേണ്ടിയായിട്ട് ഉള്ളിൽ പെയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എമൗണ്ടുകൾ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മൊത്തം 70 കോടി മുടക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്റ്റേഡിയത്തിൽ മൊത്തം അത് കാണണമല്ലോ, അത് കാണുന്നില്ല. പിന്നെ ഗ്രൗണ്ടാണെങ്കിൽ ഇവർ നിലവിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടായില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും GCDA മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ്. ഈ ലൈറ്റൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതിന് വലിയൊരു മുതൽ മുടക്കുണ്ടാവും എന്നാണ് അവരൊക്കെ പറയുന്നത്. അതെ, ലൈറ്റിന് വില ഉണ്ട്. പഴയ ലൈറ്റിനാണെങ്കിലും നല്ല വിലയുണ്ടെന്നാണ് പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ ലൈറ്റ് മാറ്റുന്നില്ല, ലൈറ്റിൻ്റെ ഫ്രെയിമാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ പഴയ ലൈറ്റിന് 2.5 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് കേട്ടത്. ഇപ്പോൾ പുതിയ ലൈറ്റിന് എന്തോ 3 ലക്ഷം രൂപ വിലയുണ്ട്. പക്ഷേ അത് ഫിഫയുടെ സ്പെക്ക് അനുസരിച്ച് മാറ്റുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവിടെ 2 സംഗതിയാണുള്ളത്. ഒന്ന് GCDA ഉണ്ട്, മറ്റൊന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇതിലെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു ബോധ്യമില്ല. സാധാരണ GCDAക്ക് എഞ്ചിനീയർമാരൊക്കെ ഉള്ളതല്ലേ? അതെ, GCDAക്ക് പിന്നെ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്ലാനിംഗ് വിങ് ഉണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണല്ലോ, അതിനെല്ലാ സംവിധാനം ഉള്ളതാണ്. അവർ വർക്ക് ടെൻഡർ വിളിക്കുകയും അവർ നടത്തിക്കുകയും ചെയ്ത് അതിൻ്റെ സൂപ്പർവിഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പ്രൊജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം SKFനാണ് അതിൻ്റെ സൂപ്പർവിഷൻ എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും തുറന്നു പറയാൻ വല്ല മടിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഫയറിൻ്റെ ഒരു പിന്നെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇവർ ഉദ്ദേശിച്ച സമയത്ത് അതിൻ്റെ ഫയറിൻ്റെ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതോടുകൂടി ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത്രമാത്രം തുകയൊന്നും ഇവിടെ ചിലവഴിക്കുന്നില്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ആരാണിത് പബ്ലിഷ് ചെയ്യേണ്ടത്? അവർ ശരിക്കും ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിൻ്റെ എമൗണ്ട് തുക പുറത്തു വിടേണ്ടതാണ്. ഇത് പിന്നെ ആൻഡോ അഗസ്റ്റിൻ പോലുള്ള ആളുകൾ വന്നിട്ട് പറയുമ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു സംഗതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പൊതുസ്ഥാപനത്തിൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നിജപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ്. തീർച്ചയായും. എന്തായാലും അക്കാര്യം വളരെ പ്രസക്തമാണ്. കാരണം എത്രമാത്രം തുക ഇതിനടുത്ത് ചെലവഴിക്കുന്നു, ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ, ഇതെല്ലാം പൊതുജനങ്ങൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, അവകാശവുമുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരും പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അനന്ത് സുരേഷിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ലിഡിയ ജേക്കബ് ചേരുന്നു നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഗുഡ് മോർണിംഗ്. ലിഡിയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിന്നേ വരെ ഒരൊറ്റ ഫിഫ ഇവന്റിലും സ്പോൺസർ ഇങ്ങനെ നേരിട്ടിറങ്ങി വന്ന് സ്റ്റേഡിയം ജോലികളും അതിൻ്റെ തയ്യാറെടുപ്പ് ജോലികളും ഒന്നും നടത്തിയ ചരിത്രമേ ഇല്ല. ഫിഫ ഇവന്റുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. പക്ഷെ കേരളത്തിൽ നടന്ന അസാധാരണമായ നീക്കവും പ്രവൃത്തികളും അങ്ങേറ്റം ദുരൂഹമായ ഇടപാടുകളുമാണ്
ഇപ്പോൾ മെസ്സി വരില്ല എന്ന് ഉറപ്പിച്ചതോടുകൂടി ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. കരാറുകാർക്ക് എന്താണ് പറയാനുള്ളത്? ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പുതിയ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? സൈഫുദ്ദീൻ, ജിൽസി, ഗുഡ് മോർണിംഗ്. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒപ്പം ഈ ഒളിച്ചുകളി GCDA പ്രവർത്തകർ നടത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ വലിയ രീതിയിലുള്ള കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ഈ GCDAയുടെ ജനറൽ ബോർഡിലുള്ള അംഗം ഉമാ തോമസ് MLA തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ, ഇതിൽ ഒരു സുതാര്യതയില്ല എന്നത് സംബന്ധിച്ച് ഉള്ള വലിയ ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോഴാണ് ഈ കരാറുകാർ, അതായത് മുൻപ് പലതവണയടക്കം ഇത്തരത്തിൽ കരാർ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ആളുകൾ കൂടി ഇതിനെതിരെ രംഗത്ത് വരുന്നത്. അതായത് ഇതിൽ ഒരു ഒളിച്ചുകളിയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ വേണ്ടത്ര സുതാര്യതയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ 70 കോടി എന്നാണ് നിലവിൽ ഈ സ്പോൺസർ പറഞ്ഞിരിക്കുന്ന തുക. പക്ഷേ ഇത് വെറും ഒരു പബ്ലിസിറ്റി മാത്രമാണ്, അതിൽ മറ്റൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ കരാറുകാർ പറയുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ച് നിലവിൽ അത്രയധികം തുക ഇതിൽ ചെലവാകില്ല. പക്ഷേ ഈ 70 കോടി എന്നാണ് ഈ സ്പോൺസർമാർ പറയുന്നത്. അതിലൊരു വ്യക്തതയില്ല. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്, അതെങ്ങനെയാണ് അത് ചെലവഴിക്കുന്നത്, അതെങ്ങനെയാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നത് സംബന്ധിച്ച്, അതിൻ്റെ എസ്റ്റിമേറ്റ് തുക സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ GCDAയും അതിൽ മറുപടി നൽകുന്നില്ല. പലതവണ മാധ്യമങ്ങളടക്കം അതിൽ ചോദ്യങ്ങൾ ചോദിച്ചതാണ്, വലിയ ആരോപണങ്ങൾ ഉയരുന്നതാണ്. പക്ഷേ ഈ കരാർ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തെ പറ്റിയും GCDA ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുവരെ നടന്ന പണികളുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്, എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് പത്രക്കുറിപ്പിലും ഒപ്പം GCDA ചെയർമാൻ പ്രതികരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു പ്രതികരണങ്ങളൊന്നും തന്നെ നൽകാൻ GCDA ചെയർമാൻ അടക്കമുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്.